ഓദിക്കണ്ട രീതിയിൽ നിസ്കരിച്ചു നോക്കൂ. ഖുർആൻ ഓതേണ്ട രീതിയിൽ ഖുർആൻ ഓതി നോക്കൂ. ദിക്റുകൾ പറയേണ്ട രീതിയിൽ അതിനെ വെറും ഒരു ചടങ്ങായി കാണാതെ ഹയ്യാലസ് സലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓടി വന്ന് കുത്തലല്ല, ഓടി വന്ന് തലകീഴായി വീടലല്ല. പടച്ചവനെ അതിനെ എന്ന് സ്നേഹത്തോട് അതെന്റെ ബാധ്യതയാണെന്ന് കരുതിയിട്ട് ഒന്ന് നിസ്കരിച്ചു നോക്ക് മുസ്ലിമേ, ഒന്ന് ഖുർആൻ ഓതി നോക്ക് മുസ്ലിമേ. അത് നിന്റെ ജീവിതത്തിലെ രക്ഷയാ, നാളെ ആഖിറത്തിലും രക്ഷയാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങളെ സ്നേഹിക്കാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അമലുകളെ സ്നേഹിക്കാൻ നോക്ക്. അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൂടെ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ച ഖബറി വരുവോ? പറ, നിസ്കരിച്ച ഖബറി വരുവോ? വരുവോ? നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം ഖബറി വരുവോ? ഖുർആൻ ഓതുന്നത് വരുവോ? ദിക്ർ പറയുന്നത് വരുമോ? സദക്ക കൊടുക്കുന്നത് വരുമോ? കൂടെ കിടന്ന ഭാര്യ വരുവോ? പോയിന്റ്. കൂടെ കിടന്ന മക്കള് വരുവോ? ചെലവിന് കൊടുത്ത കൂട്ടുകാര് വരുവോ? ഇല്ല. എല്ലാം എവിടെ വരെ വരും? അവിടെ വന്ന് മണ്ണും വാരിയിട്ട്, അത് എറിയുക, വാരിയിട്ട് മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുക. ദ്രോഹം പോയി കിട്ടിയല്ലോടാ, 5 പാദം പോയി കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. വാരി എറിയ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു സുഖം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പകലുള്ള ജമാഅത്തൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും മനുഷ്യ. ആരും കാണാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു നോക്ക്. അതൊരു ലഹരിയാ, വല്ലാത്ത ഒരു സുഖമുള്ള കാര്യമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയുടെ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിസ്കാരം അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. 5 പേരുണ്ട്. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. ഒരാമീൻ പറ. 5 പേര് മാത്രം മതിയോ? നമുക്കൊന്നും പോണ്ടേ? 5 പേര് മാത്രം പോയാൽ മതിയോ? നമുക്ക് പോകണ്ടേ? കുറെ കാലം കൊണ്ട് വാഴ്ച കേൾക്കുന്നുണ്ടല്ലോ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെയാണ് സ്നേഹിക്കേണ്ടത്. ആ നമസ്കാരത്തെയാണ് സ്നേഹിക്കേണ്ടത്. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, രാത്രി നമസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റാറില്ല. കാരണം അത് നാട്ടുകാര് കാണുന്നില്ല, അത് നാട്ടുകാര് കാണുന്നില്ല, കൂട്ടുകാര് കാണുന്നില്ല. ഇവൻ 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണെന്നാരും പറയാറില്ല. പക്ഷേ ചിലപ്പോൾ നിന്റെ കൂടെ കിടന്ന ഭാര്യ പോലും അത് കാണണമെന്ന്